മലങ്കര കാതലിക് TV സംപ്രേഷണം ചെയ്യുന്ന സന്തോഷത്തിൻ്റെ സദ്വാർത്ത എന്ന പരമ്പരയുടെ 104-ാം എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ആരാധനാക്രമ വത്സരത്തിൽ സ്ലീബാ കാലം, സ്ലീബാ പെരുന്നാളിന് ശേഷമുള്ള 5-ാം ഞായറാഴ്ച തിരുസഭ നമ്മുടെ വിചിന്തനത്തിനായി നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. യേശു ജനക്കൂട്ടത്തോടും തൻ്റെ ശിഷ്യന്മാരോടും അരുളി ചെയ്തു, നിയമജ്ഞരും ഫരീസയരും മോശയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നു. അതിനാൽ അവർ നിങ്ങളോട് പറയുന്നതെല്ലാം അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുവീൻ. എന്നാൽ അവരുടെ പ്രവൃത്തികൾ നിങ്ങൾ അനുകരിക്കരുത്. അവർ പറയുന്നു, പ്രവർത്തിക്കുന്നില്ല. അവർ ഭാരമുള്ള ചുമടുകൾ മനുഷ്യരുടെ ചുമലിൽ വച്ചു കൊടുക്കുന്നു, സഹായിക്കാൻ ചെറുവിരലനക്കാൻ പോലും തയ്യാറാകുന്നുമില്ല. മറ്റുള്ളവർ കാണുന്നതിനു വേണ്ടിയാണ് അവർ തങ്ങളുടെ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത്. അവർ തങ്ങളുടെ നെറ്റിപ്പട്ടങ്ങൾക്ക് വീതിയും വസ്ത്രത്തിൻ്റെ തൊങ്ങലുകൾക്ക് നീളവും കൂട്ടുന്നു. വിരുന്നുകളിൽ പ്രമുഖ സ്ഥാനവും സിനഗോഗുകളിൽ പ്രധാന പീഠവും നഗരവീഥികളിൽ അഭിവാദനവും ഇഷ്ടപ്പെടുന്നു. റബ്ബി എന്ന് സംബോധന ചെയ്യപ്പെടാനും ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങൾ റബ്ബി എന്ന് വിളിക്കപ്പെടരുത്. എന്തെന്നാൽ നിങ്ങൾക്കൊരു ഗുരുവേയുള്ളൂ. നിങ്ങളെല്ലാം സഹോദരന്മാരാണ്. ഭൂമിയിൽ ആരെയും നിങ്ങൾ പിതാവെന്ന് വിളിക്കരുത്. എന്തെന്നാൽ നിങ്ങൾക്കൊരു പിതാവേ ഉള്ളൂ, സ്വർഗസ്ഥനായ പിതാവ്. നിങ്ങൾ നേതാക്കന്മാർ എന്ന് വിളിക്കപ്പെടരുത്. എന്തെന്നാൽ ക്രിസ്തുവാണ് നിങ്ങളുടെ ഏക നേതാവ്. നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം. തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. ജെറുസലേം പ്രവേശനം യേശുവും യഹൂദ നേതൃത്വവുമായുള്ള വിവാദം അത്യുച്ചകോടിയിലെത്തിച്ചു. ഫരീസയർ, ഹെറോദേസ് പക്ഷക്കാർ, നിയമജ്ഞർ, സദൂക്കായർ എന്നിവരുടെ വിമർശനങ്ങൾക്ക് അവരുടെ കാപഠ്യത്തെ തുറന്നു കാണിച്ച് മറുപടി നൽകുന്ന യേശു ആർക്കും ചോദ്യം ചെയ്യാനാവാത്ത കളങ്കമറ്റ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. പുറം ലോകത്തിൻ്റെ വിമർശനങ്ങൾക്ക് വാക്കും പ്രവൃത്തിയും ജീവിതവും കൊണ്ട് മറുപടി നൽകേണ്ടുന്നവരാണ് യേശു ശിഷ്യർ. ഈ സുവിശേഷ ഭാഗം അഭിസംബോധന ചെയ്യുന്നത് 2 കൂട്ടരെയാണ്. 1 ജനക്കൂട്ടം, 2 ശിഷ്യന്മാർ. ജനക്കൂട്ടം യേശുവിൻ്റെ വിമർശകരടങ്ങുന്ന പൊതുജന സമൂഹമാണ്. ശിഷ്യന്മാർ യേശുവിൽ വിശ്വസിക്കുന്ന വിശാല ശിഷ്യഗണവും തിരഞ്ഞെടുക്കപ്പെട്ട ശിഷ്യഗണവുമാണ്. ജനക്കൂട്ടത്തിനും ശിഷ്യന്മാർക്കും പൊതുവായിട്ടുള്ളത് അവർ യേശുവിനെ മെശിഹ, രക്ഷകൻ എന്ന നിലയിൽ ജെറുസലേമിലേക്ക് വരവേൽക്കുകയാണ്. മെശിഹായുടെ വരവ് യഹൂദ നേതൃത്വത്തിൻ്റെ പദവി, അധികാരം, സമ്പത്ത്, സുഖലോലുപത, സുരക്ഷ എന്നിവയ്ക്ക് നേരെയുള്ള വെല്ലുവിളിയായിരുന്നു. അതുകൊണ്ട് തന്നെ യഹൂദ നേതൃത്വം ശടകുടഞ്ഞെഴുന്നേറ്റ് യേശുവിൻ്റെ മഹത്വത്തെ ഇകഴ്ത്തി കാണിക്കുവാനുള്ള ശ്രമം നടത്തി. വ്യത്യസ്ത ഗ്രൂപ്പുകളായി തിരിഞ്ഞ് അവർ യേശുവിനെ ഉത്തരം മുട്ടിക്കുവാൻ ചോദ്യങ്ങൾ ചോദിച്ചു. ജനത്തെ വഴിതെറ്റിക്കുന്ന യഹൂദ നേതൃത്വത്തെ നിശബ്ദരാക്കുന്ന യേശു അവരെ സത്യത്തിൻ്റെ തുറവിയിലേക്ക് ക്ഷണിക്കുന്നു. യേശുവാകുന്ന സത്യത്തിലേക്ക് ഹൃദയത്തെയും മനസ്സിനെയും തുറക്കാതെ യഥാർത്ഥ സത്യമായ മെശിഹായുടെ തന്നിലേക്കുള്ള ക്ഷണം സ്വീകരിക്കാനാവുകയില്ല. യേശുവാകുന്ന സത്യത്തിലേക്ക് ഹൃദയത്തെയും മനസ്സിനെയും തുറക്കാതെ യഥാർത്ഥ സത്യമായ മെശിഹായുടെ തന്നിലേക്കുള്ള ക്ഷണം സ്വീകരിക്കാനാവില്ല.
വിമർശനങ്ങളുടെ അമ്പുകൾ കൊണ്ട് യേശുവിനെ പരാജയപ്പെടുത്താനാവില്ല എന്ന് കണ്ട പ്രതിയോഗികൾ പിന്നീട് യേശുവിനെ കൊല്ലാനുള്ള ആലോചന സംഘത്തോട് ചേർന്നു. മോശയുടെ സിംഹാസനം അധികാരത്തിൻ്റെയും ആധികാരികമായ ദൈവവചന വ്യാഖ്യാനത്തിൻ്റെയും പഠിപ്പിക്കലിൻ്റെയും ഇടമാണ്. യേശു മലയിൽ ഇരുന്നു കൊണ്ട് പഠിപ്പിക്കുന്നത് മോശ സീനായി മലയിൽ കയറിയതിനെ അനുസ്മരിപ്പിക്കുന്നു. പുതിയ ഉടമ്പടിയിലെ മോശ യേശുവാണ്. നിയമജ്ഞരും ഫരീസയരും വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള അന്തരം കൊണ്ട് മോശയുടെ സിംഹാസനത്തിന് അപവാദമാണ്. മോശയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നവർ എന്ന നിലയിൽ നിയമജ്ഞരുടെയും ഫരീസയരുടെയും വാക്കുകൾ അനുസരിക്കുവാനും അനുഷ്ഠിക്കുവാനും ആഹ്വാനം ചെയ്യുന്ന യേശു കുറ്റം വിധിക്കുന്നത് പദവിക്ക് ചേരാത്ത അവരുടെ പ്രവൃത്തികളെയാണ്. ജീവിത സാക്ഷ്യത്തിനുതകാത്ത വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള അന്തരത്തെയാണ്. പഠിപ്പിക്കുന്നതും പ്രസംഗിക്കുന്നതും പ്രവർത്തിക്കാത്തവരായി യേശു അവരെ കുറ്റം വിധിക്കുന്നു. മോശയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടരാകുന്നവർ വാക്കിലും പ്രവൃത്തിയിലും ജീവിത മാതൃക പകരണം. യേശു രണ്ടു കാര്യങ്ങളിലാണ് യഹൂദ നേതൃത്വത്തെ കുറ്റപ്പെടുത്തുക. ഒന്ന്, അവരുടെ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള വൈരുദ്ധ്യം, അന്തരം. രണ്ട്, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള അവരുടെ പ്രവർത്തന ശൈലിയിലെ കാപട്യം. ഭാരമുള്ള ചുമടുകൾ മനുഷ്യരുടെ ചുവലിൽ വച്ചു കൊടുക്കുന്നു. സഹായിക്കാൻ ചെറു വിരലനക്കാൻ പോലും തയ്യാറാകുന്നില്ല എന്ന പ്രയോഗം അധികാരത്തിൻ്റെയും നിയമവ്യാഖ്യാനത്തിൻ്റെയും കാർക്കശ്യ മനോഭാവത്തെയും ജനജീവിതത്തെ ദുരിതപൂർണമാക്കുന്നതിനെയും സൂചിപ്പിക്കുന്നു. ദൈവിക കരുണയുടെ ഓർമ്മപ്പെടുത്തലില്ലാത്ത നിയമം, ജനജീവിതത്തെ സഹായിക്കാത്ത നിയമം, അധികാരത്തിൻ്റെ ഗർവു കലർന്ന അടിച്ചേൽപ്പിക്കലാണ്. കരുണയും ഉപവിപ്രവൃത്തികളുമില്ലാത്ത വചനവ്യാഖ്യാനം മനുഷ്യഗന്ധിയല്ല. അത് മനുഷ്യജീവിതത്തെ കൂടുതൽ ഭാരപ്പെടുത്തും. മോശയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുന്ന യേശു, നിയമങ്ങളുടെ പൂർത്തീകരണത്തിനായി വന്ന യേശു, പിതാവിങ്കിലേക്കുള്ള കരുണയുടെ വാതിലാണ്. അധികാരികൾ അർത്ഥം പകരുന്ന വസ്ത്രധാരണത്തിലൂടെയും ആദരവിൻ്റെ പ്രതീകമായ പ്രമുഖ സ്ഥാനങ്ങളിലൂടെയും സിനഗോഗുകളിലെ പ്രധാന പീഠം അലങ്കരിക്കുന്നതിലൂടെയും ജനശ്രദ്ധ നേടിയവരായിരുന്നു. തങ്ങളുടെ നെറ്റിപ്പട്ടങ്ങൾക്ക് വീതിയും തൊങ്ങലുകൾക്ക് നീളവും കൂട്ടി ജനമധ്യത്തിൽ മാന്യരായി കാണപ്പെട്ടിരുന്ന ഇക്കൂട്ടർ ജീവിത സാക്ഷ്യം നൽകുന്നതിൽ പരാജയപ്പെട്ടു എന്നാണ് യേശു പറയുന്നത്. നെറ്റിപ്പട്ടം യഥാർത്ഥത്തിൽ നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 4 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങളുടെ അനുവർത്തനമാണ്. വസ്ത്രത്തിലെ തൊങ്ങലുകൾ കർത്താവിൻ്റെ കൽപ്പനകളെല്ലാം ഓർത്തു പാലിക്കുന്നതിനുള്ള അടയാളങ്ങളാണ്. അനുഷ്ഠാനങ്ങൾക്കും ജീവിത അലങ്കാരങ്ങൾക്കും പ്രാമുഖ്യം നൽകിയപ്പോഴും ഇക്കൂട്ടർ ദൈവവചനം ജീവിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നാണ് യേശു പറയുന്നത്. വിരുന്നുകളിൽ പ്രമുഖ സ്ഥാനവും സിനഗോഗുകളിൽ പ്രധാന പീഠവും നഗരവീഥികളിൽ അഭിവാദനവും റബ്ബി എന്ന വിളിപ്പേരും ഇക്കൂട്ടർ സമ്പാദിച്ചത് മോശയുടെ സിംഹാസനം അലങ്കരിക്കുന്നവർ എന്ന അർത്ഥത്തിലാണ്. മോശയുടെ സിംഹാസനം അലങ്കാരത്തിനും നിയമവ്യാഖ്യാനത്തിനും ആദരവിനും മാത്രമുള്ളതല്ല, ദൈവിക നിയമം ജീവിച്ച് ജീവിത സാക്ഷ്യം നൽകാനുള്ളതാണ് എന്ന താക്കീത് യേശു നൽകുന്നു. മോശയുടെ സിംഹാസനം അന്യാധീനപ്പെടാതിരിക്കാനുള്ള പഠിപ്പിക്കൽ
ശിഷ്യന്മാരോട് മാത്രമായി നടത്തുന്ന ഭാഗമാണ് 8 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. നിങ്ങൾ റബ്ബി എന്ന് വിളിക്കപ്പെടരുത് എന്നതിൻ്റെ അർത്ഥം സ്ഥാനമഹിമയ്ക്കു ചേരാത്ത പ്രവൃത്തി, നിങ്ങളിലെ ഗുരുപ്പട്ടം, പഠിപ്പിക്കുന്നതിനുള്ള അധികാരം എടുത്തുകളയുന്നു. ഇനി മുതൽ ഗുരുക്കന്മാരുടെ ഗുരുവായ യേശുവിൻ്റെ പഠിപ്പിക്കലുകൾ സഹോദരന്മാരെ പോലെ നിങ്ങൾ കേട്ട് ജീവിത സാക്ഷ്യം നൽകണം എന്ന് തിരുത്തലാണ്. നിങ്ങൾക്ക് ഒരു പിതാവേ ഉള്ളൂ, സ്വർഗസ്ഥനായ പിതാവ് എന്ന മാർഗനിർദ്ദേശം മോശയുടെ സിംഹാസനം അലങ്കരിക്കുന്നവരുടെയും യേശുവിൻ്റെയും പിതാവ് സ്വർഗസ്ഥനായ പിതാവാണ് എന്ന ഓർമ്മപ്പെടുത്തലാണ്. നിയമങ്ങളുടെ പൂർത്തീകരണത്തിനായി വന്ന യേശുവിൻ്റെ പഠിപ്പിക്കലുകൾ മോശയുടെ നിയമത്തിനോ ദൈവപിതാവിൻ്റെ തിരുഹിതത്തിനോ വിരുദ്ധമല്ല എന്ന് യേശു സമർത്ഥിക്കുന്നു. നിങ്ങൾ നേതാക്കന്മാർ എന്ന് വിളിക്കപ്പെടരുത് എന്ന നിർദ്ദേശം ജീവിതം മാതൃകയാക്കേണ്ടുന്ന നേതൃത്വ ശൈലിയിൽ ഇക്കൂട്ടർ പരാജയപ്പെട്ടു എന്ന് യേശു പറയുന്നതോടൊപ്പം ജനം വഴിതെറ്റാതിരിക്കുന്നതിന് ക്രിസ്തുവിൻ്റെ ഏക നേതൃത്വം സ്വീകരിക്കുവാനുള്ള ആഹ്വാനമാണ്. ക്രിസ്തുവിൽ നവീകരിക്കപ്പെട്ട മോശയുടെ സിംഹാസനത്തിൻ്റെ പ്രത്യേകത നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം എന്നതാണ്. മോശയുടെ സിംഹാസനത്തിൻ്റെ പദവി ഉയർത്തുന്നതിന് യേശുവിനാൽ നിയോഗിക്കപ്പെടുന്ന ശിഷ്യരുടെ ഹൃദയങ്ങളിൽ എഴുതപ്പെടേണ്ടുന്ന ആപ്തവാക്യം തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും എന്നതാണ്. മോശയുടെ സിംഹാസനം എന്ന ദൈവവചന പഠിപ്പിക്കലിൻ്റെയും അധികാരത്തിൻ്റെയും ആദരവിൻ്റെയും അത്യുന്നത പദവിയിലേക്ക് ഒരുവനെ ഉയർത്തുന്നത് ദൈവമാണ്. സ്വർഗീയ പിതാവിൽ നിന്ന് പഠിച്ച് ജീവിച്ച് പഠിപ്പിക്കേണ്ടുന്ന നയിക്കേണ്ടുന്ന ഈ ദൗത്യം ശുശ്രൂഷയുടേതും സ്വയം എളിമപ്പെടുത്തലിൻ്റേതും ജീവിത സാക്ഷ്യത്തിൻ്റേതുമാണ്. സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ ഒരുവനെ സ്വയം എളിമപ്പെടുത്തുന്നതും ശുശ്രൂഷകനാക്കുന്നതും ജീവിത സാക്ഷ്യത്തിന് പ്രേരിപ്പിക്കുന്നതും താൻ അലങ്കരിച്ചിരിക്കുന്ന സിംഹാസനം സ്വർഗീയ പിതാവിൻ്റെ ദാനമാണെന്ന ഉത്തമ ഉന്നത ബോധ്യമാണ്. നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം. തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.